ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി പോർക്ക് ഫ്രൈ ആണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പോർക്ക് ഫ്രൈ ആണ്. 1 കിലോ പോർക്ക് കൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. 1 കിലോ പോർക്ക് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. പോർക്കിൽ വളരെ കൂടുതൽ നെയ്യ് ഉണ്ടാവാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെയ്യ് കുറച്ച് വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാവുന്നതാണ്. ഞാൻ കുറച്ച് നെയ്യ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് ഇതൊരു കുക്കറിൽ വെച്ചിട്ടാണ് വേവിക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാല, ഏകദേശം 1.5 ടീസ്പൂണ് കുരുമുളക് പൊടിയും, ആവശ്യത്തിന് ഉപ്പും, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് 1 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 5 വിസിൽ വരണ വരെ ഇത് വേവിച്ചെടുക്കണം. ഇത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ ഞാനൊരു പാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. പോർക്കിൽ നന്നായിട്ട് നെയ്യ് ഉണ്ടാവും, അതുകൊണ്ട് വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. ഈ വെളിച്ചെണ്ണയിലേക്ക് ഏകദേശം 1.5 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി നുറുക്കിയതും, ഒരു 4-5 പച്ചമുളകും, പിന്നെ അതിലേക്ക് ഏകദേശം ഒരു 20 ചെറിയുള്ളി ചെറുതായി നുറുക്കിയതാണ്, അതും ഒരു സവോള ചെറുതായി നുറുക്കിയതും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റുക. ഇതിൻ്റെ ഒപ്പം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇത് നന്നായിട്ട് വഴന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് കുറച്ചുകൂടെ മസാല ചേർക്കാവുന്നതാണ്. ഇവിടെ ഞാൻ കുറച്ചുകൂടെ, അതായത് 1 ടീസ്പൂണോളം മല്ലിപ്പൊടി വീണ്ടും ചേർത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും, ഒരു 1/4 ടീസ്പൂണും ഗരം മസാലയും, പിന്നെ ഏകദേശം ഒരു 1.5 ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് കേട്ടോ. കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഈ മസാലയുടെ പച്ചമണം മാറണ വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇത് ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പോർക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പം നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ അത്രയും ആയിട്ട് വറ്റിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ നല്ല ഡ്രൈ ആയിട്ടുള്ള പോർക്ക് ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുകയാണ്. ഏകദേശം വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു 1/2 ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞ് ചേർക്കാവുന്നതാണ്. എന്നിട്ട് വീണ്ടും ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് എടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ പോർക്ക് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ പോർക്ക് ഇഷ്ടമുള്ള ആളുകൾക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്